പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിൻ്റെ പുറകെ കുറച്ച് വീഡിയോ ഇടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം വെച്ചാൽ വലിയ ടൂറിസ്റ്റ് സെൻറ്ററുകളെക്കുറിച്ചും റിസോർട്ടുകളെ കുറിച്ചൊക്കെ കുറച്ച് സ്ഥലം, അതിൻ്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഒരു ജനുവരി മാസം ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ക്ലാസ്സുകൾ, ഈ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകൾ കുറച്ച് പേരെങ്കിലും ധാരാളം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ടല്ലോ. പലർക്കും അറിയത്തില്ലാത്തതുകൊണ്ട് ഇതിനെപ്പറ്റി കേൾക്കണമെന്നും പഠിക്കണമെന്നും അറിയണമെന്നും ധാരാളം ആകാംക്ഷപൂർവ്വം വിളിക്കുന്നവരും സംസാരിക്കുന്നവരും ഉണ്ട്. കാരണം ഈ വെളിപാട് ഗ്രന്ഥത്തിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, എന്താണ് പ്രതീകാത്മ അർത്ഥങ്ങൾ, അത് എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആഗതമായോ, യുഗാന്ത്യമായോ, യേശുവിൻ്റെ വരവ് ഉണ്ടോ, അത് യാഥാർത്ഥ്യമാണോ, ലോക അവസാനം ഉണ്ടോ, നിത്യജീവനുണ്ടോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പലർക്കും ഇപ്പോഴും ജ്ഞാനമില്ല, വിശ്വാസമില്ല. അപ്പം വെളിപാട് ഗ്രന്ഥത്തിൽ ലോകം എത്തപ്പെട്ടെന്നും യുഗങ്ങളുടെ അന്തിമ കാലഘട്ടത്തിലാണ് നമ്മളുള്ളതെന്നും അത് വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എവിടം വരെ എത്തുന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സെൻറ്റർ കണ്ടുപിടിക്കുകയായിരുന്നു. അതിന് വേണ്ടിയിട്ട് കണ്ണൂർ ജില്ലയിലെ പൈതൽമല ടൂറിസ്റ്റ് സെൻറ്റർ, കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സെൻ്ററാണ് പൈതൽമല റിസോർട്ട് സെൻറ്റർ. അവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ഹോം സ്റ്റേകളുണ്ട്, റിസോർട്ടുകളുണ്ട്. അതിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ റിസോർട്ടാണ് ഞാൻ നിങ്ങളുടെ പുറകെ, ഈ ചാനലിൻ്റെ പുറകെ നിങ്ങളെ കാണിച്ചു തരുന്നത്. അവിടെ നമുക്ക് ധ്യാനം ചെയ്യാനും ധ്യാനിക്കാനും അവിടെ കിടന്ന് ഒരു 100 പേർക്കോ 150 പേർക്കോ, വേണ്ടി വന്നാൽ ഒരു 200 പേർക്കോ ഉള്ള സംവിധാനങ്ങൾ, അവിടെ കിടക്കാനുള്ള സംവിധാനങ്ങൾ, പൈസ മുടക്കുകയാണെങ്കിൽ അല്പം പൈസ ഉണ്ടെങ്കിൽ അവിടെ ഭക്ഷണ കാര്യങ്ങൾ സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാനുള്ള സംവിധാനങ്ങൾ, ഇല്ലെങ്കിൽ ഓർഡർ ചെയ്താൽ കൊണ്ടുതരാനുള്ള, അവിടെ കിടന്നുകൊണ്ട് നമുക്ക് നല്ല ധ്യാനം കൂടാം. നല്ല ധ്യാനത്തിൻ്റെ ഒരു ടീമിനെ ഒരുക്കി യേശുവിൻ്റെ വരവിൻ്റെ ക്ലാസ്സാണ്. അതിൻ്റെ കുമ്പസാരങ്ങൾ എങ്ങനെ വേണം, എങ്ങനെ അത് മനുഷ്യ ശരീരം ഒരുക്കണം, കുടുംബം എങ്ങനെ ഒരുക്കണം, സഭ എങ്ങനെ ഒരുക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സഭയ്ക്ക് അതറിയാമെങ്കിൽ ഒരുങ്ങിക്കൊള്ളട്ടെ, രക്ഷകൊള്ളട്ടെ. പക്ഷേ ഇതറിയത്തില്ലാത്ത കുറേ പാവപ്പെട്ട മനുഷ്യരുണ്ട്. സഭയ്ക്കുള്ളിൽ നിൽക്കുന്നവർ തന്നെ ഇതെങ്ങനെയാണ്, എന്താണ്, എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഇന്നത്തെ കാലത്ത് ജീവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, എപ്പോഴാണ് ഇതൊക്കെ അറിയാൻ വേണ്ടി ആഗ്രഹിക്കും, അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒരുങ്ങാനും തയ്യാറായിട്ടുള്ള കുറേ ആളുകൾ ഇപ്പോൾ ഉണ്ട് നിലവിൽ. അതുകൊണ്ട് അവർക്കൊക്കെ കൂടെ വേണ്ടിയിട്ട് ഒരു ധ്യാന സെൻറ്റർ, ധ്യാനം നടത്താനുള്ള സംവിധാനമുള്ള റിസോർട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളിതിൻ്റെ പുറകെ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ ഒരു താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വരാൻ, കേരളത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വരാനും ഇവിടെ ഒരു ധ്യാന ടീമിനെ ഒരുക്കിക്കൊണ്ട് എൻ്റെ ക്ലാസ്സുകൾ, ഈശോയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്കായിട്ട് ഒരുക്കാനും, അതിനകത്ത് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, യേശു എപ്പം വന്നാലും നമുക്ക് കുഴപ്പമില്ല, യേശു എപ്പം വന്നാലും കുഴപ്പമില്ല, നമ്മൾ ആ രീതിയിലാണ് ഒരുങ്ങിയിരിക്കുന്നത് പറഞ്ഞ് നമ്മൾ ഒരുങ്ങാനുള്ളൊരു സമയവും സാഹചര്യവും ഞാൻ ഒരുക്കി തരും നിങ്ങൾക്ക്. അല്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വിശ്വസിക്കുന്ന പോലെ കാണുന്നത് പോലെ അല്ല ലോകത്തിൻ്റെ അവസ്ഥ. പെട്ടെന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എന്തു സംഭവിക്കും, ഭക്ഷണം പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്തു സംഭവിക്കും. യേശുവിൻ്റെ കൂടെയുള്ള ഒരുക്കത്തിന് എൻ്റെ ശരീരവും മനസ്സും ആത്മാവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ മാത്രം എൻ്റെ ശരീരത്തിൽ എന്താണ് കുറവുള്ളത്, എൻ്റെ മനസ്സ് എന്താണ് കുറവുള്ളത്, എനിക്കെന്താണ് ഇനി പുതിയൊരു യോഗ്യത വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി, അല്ലാതെ കത്തോലിക്ക സഭയുടെ അടിസ്ഥാനത്തിലല്ല, സുവിശേഷൻ്റെ അടിസ്ഥാനത്തിലുമല്ല, വെളിപാട് ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരുക്കം, അതിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതാണ് ഏറ്റവും നിഗൂഢ രഹസ്യമായിരിക്കുന്നത്. അത് നിങ്ങൾ വെളിപ്പെടുത്തി തന്നുകൊണ്ടുള്ള ക്ലാസ്സുകൾ, ധ്യാനങ്ങൾ തുടങ്ങാൻ വേണ്ടി പറ്റിയ റിസോർട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യാണ്. നിങ്ങളത് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും, അങ്ങനെ താല്പര്യമുണ്ട് ധ്യാനം കൂടാൻ, അവിടെ ഒരു ധ്യാനത്തെ രൂപീകരിച്ചാൽ നിങ്ങൾക്ക് വന്ന് ധ്യാനം കൂടാൻ താല്പര്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ, അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഒരു ധ്യാന ക്ലാസ് തുടങ്ങാൻ സാധിക്കും. നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ചിന്തകൾ കത്തോലിക്ക സഭയുടെ പള്ളിക്കുള്ളിലാണ് യേശു ക്രിസ്തു. പള്ളിക്കുള്ളിൽ അച്ഛൻ കുർബാന ഇങ്ങനെ തന്നാൽ അതിനകത്താണ് യേശു ക്രിസ്തു ഇരിക്കുന്നത്. ആ കൂദാശകളിൽ മാത്രമാണ് യേശു ക്രിസ്തു, അച്ഛന്മാരുടെ കുപ്പായത്തെ മാത്രമാണ് യേശു ക്രിസ്തു. നമ്മുടെ തെറ്റായ ധാരണ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും സഭയിലും ആരൂഢമായിപ്പോയി. അത് മനുഷ്യ ഹൃദയങ്ങളിൽ വേരൂന്നിപ്പോയി. അവിടെ മാത്രമേ ക്രിസ്തു ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ കേസറിയ, ഫിലിപ്പിയ, ഒരു ദൂരദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കൊക്കെ കപ്പൽ യാത്ര ചെയ്ത് അപ്പസ്തോലപ്പെടുത്തി നമ്മൾ വായിക്കുന്നുണ്ട്. അവർ മരണത്തെ മുഖാമുഖം കണ്ട സന്ദർഭങ്ങൾ വായിക്കുന്നുണ്ട്. കേരളത്തിന് കടലിലായിരുന്ന സമയത്ത് 3 ദിവസം 4 ദിവസം ഭക്ഷണമില്ലാതെ അവരിരുന്ന് മരണത്തെ മുന്നേ കണ്ട സമയങ്ങൾ, അവിടെയൊക്കെ ക്രിസ്തു ഇല്ലായിരുന്നോ? തടവറകളിൽ അപ്പസ്തോലന്മാർ തടവറയിൽ കിടന്നപ്പോൾ അവിടെ യേശു ഇല്ലായിരുന്നോ? ഈ പള്ളിക്കുള്ളിലും ഈ അവർ പറയുന്ന ധ്യാനസ്ഥലങ്ങളിൽ മാത്രമേ ക്രിസ്തുവുള്ളൂ. തെറ്റായ കുറേ ധാരണകൾ നമ്മൾ തിരുത്തണം പ്രിയപ്പെട്ടവരെ. കാരണം ഇന്നല്ല നാളെ സഭ അപ്രത്യക്ഷമാകും, ഇവിടുത്തെ കുർബാനകൾ അസാധുവാകും, കുർബാനകൾ നിന്നുപോകും. അപ്പോൾ നമ്മൾ എവിടെ ഇരുന്ന് ആരാധിക്കും? അപ്പോൾ നമ്മുടെ കൂടെ നമ്മൾ എവിടെ 10 പേര് ഈശോ പറഞ്ഞ വചനം നമ്മൾ മനസ്സിലാക്കണം.
രണ്ടോ അതിലധികമോ ആളുകൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് കുർബാനകൾ തരാൻ പറ്റിയ വൈദികരുണ്ടാവും. അവിടെ കുർബാനകൾ തരാൻ കുർബാന കൂടിയില്ലെങ്കിലും അവിടെ കുർബാനയായിട്ട് നാവിൽ അപ്പം നമുക്ക് കിട്ടിയില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുണ്ട് നിറഞ്ഞ് യേശുവിന് നമ്മുടെ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി നോക്കുമ്പോൾ നമുക്കവിടെ വലിയ കുർബാനയുടെ കാര്യങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല. അവിടെ ബലിപീഠത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഒലിവ് മരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏതാണ്? ഒന്ന് ഇസ്രായേൽ എന്ന രാഷ്ട്രം ഒലിവൃക്ഷമാണ്. രണ്ട് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒലിവൃക്ഷമാണ്. ആ സഭയിൽ തന്നെ കൗദാശികതയുണ്ട്, വചനപ്രഘോഷങ്ങളുണ്ട്, വചന ആരാധനയുണ്ട്, യേശുവിനെ പാടി ശുദ്ധിക്കുന്ന ആരാധനകളുണ്ട്. ഇതെല്ലാം വിവിധ രീതിയിലുള്ള ഒലിവ് മരങ്ങളാണ്. അപ്പോൾ നമ്മുടെ തെറ്റായ കുറേ ധാരണകൾ മാറ്റിക്കൊണ്ട് യേശുവിൻ്റെ കൂടെ ആയിരിക്കാൻ, യേശുവിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങാൻ നമ്മളൊരു റിസോർട്ട് കണ്ടെത്തിക്കൊണ്ട് ആ റിസോർട്ടിൽ ധ്യാനം സംഘടിപ്പിച്ചാൽ താല്പര്യമുള്ളവർക്ക് വന്നാൽ, അത് ബുക്ക് ചെയ്ത് വന്നാൽ അതിൻ്റെ വിശദവിവരങ്ങൾ പിന്നീട് പറയാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലെന്ന് ആദ്യം പറയാം. അതിൻ്റെ പുറകെ ഇതിൻ്റെ റിസോർട്ടുകളുടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് തരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കുറേ തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊണ്ട് യേശുവിന് കൂടെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇനി വരാൻ പോകുന്നത്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് ലോകം പോകുന്നത്. ലോകം അവൻ്റെ യുഗാന്തി ഘട്ടത്തിലാണ്. ലോകാവസാനം എൻ്റെ അടുത്തെടുത്ത് വരികയാണ്. സഭയും സംവിധാനങ്ങളും ഇന്നലെ നാളെ മാറ്റപ്പെട്ടേക്കാം. വിശ്വാസം വിശുദ്ധി നഷ്ടപ്പെട്ടേക്കാം. എല്ലാ സംവിധാനങ്ങളും ഈ ലോകത്തും തുടച്ച് മാറ്റപ്പെട്ടേക്കാം. വലിയ ആഗോള യുദ്ധം, അങ്ങനെ പ്രശ്നങ്ങൾ കലുഷിതമായിരിക്കുന്ന സമയത്ത് ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ, ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ, ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള സ്വന്തമാക്കലല്ല പ്രിയപ്പെട്ടവരെ, അതിനപ്പുറത്തേക്കും വചനം എഴുതി വെച്ചിട്ടുണ്ട്. ആത്മാവിൻ്റെ വിവിധ തലങ്ങളിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വ്യത്യസ്ത തലങ്ങളുണ്ട്. അല്ലാതെ ഒരു കുമ്പസാരിന് ചെറിയൊരു കുർബാനയും കണ്ട് നാളെ ഇങ്ങോട്ട് പോരുന്ന പോലെ പോന്നാലൊന്നും ക്രിസ്തുവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മായുടെ ഹൃദയത്തിൽ വരികയില്ല. കാരണം 5 കന്യകമാരിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അവരെഴുന്നേറ്റ് ആർപ്പുവിളിക്കാരുടെ കൂടെ അതിന് ആർപ്പ് വിളിച്ചപ്പോൾ അവർക്ക് 5 പേരുടെ കയ്യിലെ എണ്ണ തെളിഞ്ഞില്ല, അവിടെ വിളക്ക് കിട്ടുപോയി എന്നാണ് പറയുന്നത്. ഇതേ അവസ്ഥയാണ് നമ്മളും ഉണ്ടാവുക. ഇപ്പോൾ കാണുന്ന ഈ സംവിധാനത്തിൽ കൂടി ഒന്നും നമ്മുടെ വിളക്ക് കത്തുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. കാരണം അതിനപ്പുറത്തേക്കും ഒരുങ്ങേണ്ടതായിട്ടുണ്ട്, അതിനപ്പുറത്തേക്കും ജ്ഞാനം നേടേണ്ടതായിട്ടുണ്ട്, അതിനപ്പുറത്തേക്കും പരിശുദ്ധം നിറയേണ്ടതായിട്ടുണ്ട്, അതിനപ്പുറത്തേക്കും ചില പ്രവൃത്തികളുടെ രൂപമുണ്ട്, അതിനപ്പുറത്തേക്കും ചില പുണ്യപ്രവൃത്തികളുണ്ട്, അതിനപ്പുറത്തേക്കൊക്കെ ഒരുപാട് ആത്മീയ തലങ്ങളുടെ വിശുദ്ധീകരണ പ്രക്രിയ നമ്മളിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അതിനപ്പുറത്തേക്കുള്ള ക്ലാസ്സുകളും ധ്യാനങ്ങളും തന്ന് ഒരുക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യപ്പെട്ട് നമ്മൾ നിൽക്കുകയാണ്. അതിനാൽ കർത്താവിൻ്റെ കൃപ നിങ്ങൾക്ക് പകർന്നു തരുവാൻ വേണ്ടി വന്ന അങ്ങനെ ധ്യാന സെൻറ്ററുകൾ രൂപീകരിച്ചുകൊണ്ട് തന്നെ ആ റിസോർട്ടിൽ വെച്ച് ധ്യാനം തരുവാനുള്ള അവസരങ്ങളും ദൈവം ഒരുക്കും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ അതിനായിട്ട് ഒരുക്കുകയാണ്. നിങ്ങൾ ഞാൻ എൻ്റെ അടിയുള്ള റിസോർട്ടുകൾ നിങ്ങൾക്ക് ഇട്ടുതരാം. നിങ്ങൾ കണ്ടിട്ട് അതിനെപ്പറ്റി അഭിപ്രായങ്ങളൊക്കെ പറയാം. ആമേൻ.